സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നു കഴിയുമ്പോഴേ ഒരു അമ്മൂമ്മയും കൊച്ചുമക്കളും തമ്മിലുള്ള വഴക്കാട്ടോ പോരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ചാനൽസിലൊക്കെ ഞാനിത് കണ്ടു. പറഞ്ഞു വരുന്നത് ആരെ പറ്റിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ വ്ലോഗ് എടുത്ത് ചെയ്യാറില്ല. പക്ഷേ വാട്ട് ഐ വാണ്ടഡ് ടു അഡ്രസ് യുവർ ഈസ് ലൈക്ക് നെവർ ബ്രിങ് യുവർ ഫാമിലി ഇഷ്യൂസ് ഇൻ ഫ്രണ്ട് ഓഫ് സോഷ്യൽ മീഡിയ. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ നെഗറ്റിവിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, എസ്പെഷ്യലി ദീസ് ഡേയ്സ്. അപ്പം അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് പരസ്പരം കരിവാരി തേക്കുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് അറ്റ് ഓൾ ഗോയിങ് ടു ഗെറ്റ് എനി സൊല്യൂഷൻ ഫ്രം സോഷ്യൽ മീഡിയ, അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് യു ഡോണ്ട് ഓൾസോ ഹാവ് ടു പ്രൂവ്. സോഷ്യൽ മീഡിയയിലെ ജനങ്ങളെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യവും ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യു ആൻഡ് യുവർ ഫാമിലി. ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ ബെറ്റർ നോട്ട് ടു ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ഫാമിലി. നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലെറ്റ് us സോൾവ് അവർ സെൽഫ്സ്. ഇത് ജനറലി നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മൂന്നാമതൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ ദ പ്രോബ്ലം വേറൊരു രീതിയിലോട്ടാണ് അത് പോവുക. നമ്മളുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് വേറൊരു തലത്തിലോട്ട് പോകും. ആൻഡ് ഓൾസോ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള ഒരു പ്രോബ്ലത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ട് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക അറിയാം? മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ സോൾവ് ആവും. പക്ഷേ ആ മൂന്നാമത്തെ ഇടപെട്ട ആളെ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തിയേ ഉള്ളൂ. സോ ബെറ്റർ നമുക്ക് ആ ഒരു വകതിരിവ് ഉണ്ടാവണം. നമ്മൾ അവരുടെ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത് എന്നുള്ളത്. പിന്നെ വയസ്സായ സ്ത്രീകളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, നല്ല പ്രായത്തിൽ നമുക്ക് എപ്പോഴും എല്ലാവരോടും ഒരു പുച്ഛമായിരിക്കും. പക്ഷേ ഈ വയസ്സായ കാലത്ത് അയ്യോ എന്നെ നോക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ നല്ല പ്രായത്തിൽ എല്ലാവരെയും സ്നേഹിച്ചിരുന്നുവെങ്കിൽ വയസ്സായ കാലത്ത് അവരാരും നോക്കാതിരിക്കില്ല, അല്ലേ? അതൊരു ഫാക്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, നമുക്ക് നല്ല പ്രായത്തിൽ നല്ല ഇതാണ്, ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ നമുക്ക് വയസ്സാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇത് വേണം. പിന്നെ അന്നേരം വന്നിട്ട് അയ്യോ എന്നെ നോക്കാൻ ആരും ഇല്ലേ എന്ന് പറയുന്നതിലും അർത്ഥമില്ല. സോ ഞാൻ ഇവിടെ പൂർണ്ണമായിട്ടും ആ ഒരു ഫാമിലിയിലെ എൽഡർ ഡോട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെൻ ഇറ്റ് കംസ് ടു അവർ ഫാമിലി വി ഹാവ് ടു ഹിറ്റ് ബാക്ക്. ബട്ട് പ്ലീസ് ഡു നോട്ട് യൂസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ടു ഹിറ്റ് ബാക്ക്. കാരണം ഇപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞ പോലെ കുടുംബക്കാരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ യുദ്ധം ചെയ്യില്ലായിരുന്നല്ലോ. സോ കൃഷ്ണൻ പറയുന്ന പോലെ അടിച്ച് പൂശ് മക്കളെ എന്ന് പറയുന്ന പോലെ hit them back, but do not use social media platform to hit back. പിന്നെ നമുക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ റൈറ്റ്, യു നോ, ദാറ്റ്സ് ഇറ്റ്. യു ഡോണ്ട് ഹാവ് ടു പ്രൂവ് ടു എനി വൺ ഇൻ ദ വേൾഡ്. നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മളെ മനസ്സിലാക്കും. അല്ലാത്തവരുണ്ടല്ലോ, നിങ്ങൾ എന്ത് തന്നെ നല്ലത് ചെയ്താലും നിങ്ങളെ കുറ്റമേ പറയുള്ളൂ. സോ പ്ലീസ് സ്റ്റോപ്പ് യൂസിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് to solve your family issues, because social media won't give you solutions.